ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചേഞ്ച് മേക്കർ. ഞാനൊരു ട്രെയിനറോ മോട്ടിവേഷൻ സ്പീക്കറോ ഒന്നുമല്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെയധികം ആശങ്കകൾ നിറഞ്ഞ മനസ്സിന് ഉടമയാണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരുപാട് ചിന്തകൾ വലിച്ചു വാരിയിട്ട് ഒന്നിലും ഫോക്കസ്ഡ് അല്ലാത്ത പിരിമുറുക്കം ധാരാളമായിട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കും. ജോലി ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഈ ഗണത്തിൽ പെടുന്നില്ല. ഇടയ്ക്കിടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് വെറും ഒരു ശീലമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത്. നമ്മൾ മനുഷ്യർക്ക് ഒരിക്കലും രണ്ട് കാര്യങ്ങളിൽ ഒരുമിച്ച് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിന് മാത്രം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഒരു കാര്യവും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. ആകെ ഒരു കെട്ട് പിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ. അതായത് ഞാനൊന്നും ചെയ്തില്ല, ഇന്നൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ സമയം മുഴുവൻ പോയത്, നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഇനി ഇന്നത്തെ ദിവസം പോട്ടെ, നാളെ മുതൽ ഒരു നല്ല ദിവസമാക്കിയിട്ട് പോസിറ്റീവായിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാലും പിറ്റേന്ന് നമ്മൾ ഉണരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ പിന്നെ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? ആദ്യമേ തന്നെ ഫോൺ എടുത്ത് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഫോൺ എടുക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് കാണുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എന്താ കാണാൻ പറ്റുന്നത്? മറ്റുള്ളവരുടെ സ്റ്റാറ്റസ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, വേണ്ടാത്ത കുറേ ന്യൂസ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ സ്വന്തത്തോടൊരു നല്ല ദിവസം ആശംസിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടാറില്ല. പകരം മനസ്സിന് ഉണർന്ന ഉടനെ പല ചിന്തകളും കുത്തി നിറച്ച് ഒരു വേസ്റ്റ് ബിന്നാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഓഫീസിലൊക്കെ പോകുന്നു, അതുപോലെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഫ്രഷ് ആകുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ എല്ലാ ദിവസവും ഫ്രഷ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കാറുണ്ടോ? നമ്മളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ചിന്തകളെ നമ്മൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളിത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തുടർന്ന് പോവുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള നമ്മുടെ കഴിവിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം ശരിക്കും ചിന്താശേഷിയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളതിന് തെളിവ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരമ്മ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഒരമ്മയുടെ ഡൗട്ടാണത്. കാരണം 1 വയസ്സുള്ള തൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ രോമങ്ങൾ വാക്സ് ചെയ്ത് കളയാമോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നാച്ചുറലായിട്ട് രോമം കളയാൻ വേണ്ടി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ഷുഗർ വാക്സ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇങ്ങനൊരു ഡൗട്ട് വന്നത്. അപ്പോൾ ഇത്രയും ചൂടുള്ള ഒരു ഷുഗർ വാക്സ് എങ്ങനെയാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ മേലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചത് പറിച്ചെടുക്കുന്നത്? അപ്പോൾ അത്രയ്ക്ക് പോലും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്തവരും നമ്മുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി ഒരു ഹാപ്പി ലൈഫ് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ടേൺ ഓഫ് യുവർ മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാവുമോ? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എന്ന് കരുതി നമ്മുടെ ലൈഫ് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ളൊരു വഴിയാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ നമ്മളെ തന്നെ വീണ്ടെടുക്കുക. അതായത് ഒരു 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പം ആ കാര്യത്തിന് 20 മിനിറ്റ് ടൈം വയ്ക്കുക. ആ കാര്യം മാത്രമേ ആ 20 മിനിറ്റിൽ ഞാൻ ചെയ്യൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മറ്റൊരു കാര്യവും ഞാൻ ചെയ്യില്ല ആ 20 മിനിറ്റിൽ. ആ 20 മിനിറ്റ് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. ഇനിയിപ്പോൾ അത് സാധിച്ചില്ലെങ്കിലും മറ്റൊരു കാര്യം ആ സമയത്ത് ചെയ്യുന്നില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 20 മിനിറ്റ് വയ്ക്കുന്നു. ആദ്യമൊന്നും നമുക്ക് ഈ 20 മിനിറ്റിൽ 5 മിനിറ്റ് പോലും ശ്രദ്ധ കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് വരില്ല, ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം
പല കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ 20 മിനിറ്റ് സമയം വെച്ചിട്ട് നമ്മൾ തലച്ചോറിന് പണി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിന് നമ്മളൊരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങും. നമ്മൾ അതുവരെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്ത് കാര്യത്തെക്കുറിച്ചും ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടും. എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. മറ്റൊരാൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസത്തെ ഇങ്ങനെ പല 20 മിനിറ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റുമ്പോൾ ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്തു തീർത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമുക്കൊരു സന്തോഷം തോന്നും, അത്ഭുതം തോന്നും, നമുക്ക് നമ്മുടെ കഴിവിൽ അഭിമാനം തോന്നും. ശരിക്കും നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു വഴിയാണ് ഈ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത്, നിങ്ങൾ ഇത് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കി പറ്റുന്നില്ല, ഒരു ജോലി നടക്കുന്നില്ല, 2-3 ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഫെയിലായി. പക്ഷേ നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് നാളായിട്ട് ചെയ്തു വന്നൊരു കാര്യം മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. പക്ഷേ നമുക്ക് കുറച്ച് ദിവസം എന്തായാലും വേണ്ടി വരും. കാരണം നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ടൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ശീലങ്ങളായിരിക്കാം. അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി ഒരു സമയത്ത് നമ്മളത് ചെയ്തു പോകുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ടൊന്നും പറ്റില്ല. നമ്മൾ പലതവണ ഒരുപാട് ദിവസങ്ങളെടുത്ത് അല്ലേ, കുറച്ച് ദിവസങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് വേണം അത് മാറ്റിക്കൊണ്ടുവരാനായിട്ട്. പക്ഷേ ചിലർക്കൊക്കെ പെട്ടെന്നുള്ളൊരു റിസൾട്ട് കിട്ടിയേക്കാം. അപ്പോൾ മോശം ശീലങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് ഒരു എഫേർട്ടും എടുക്കേണ്ടതില്ല. പക്ഷേ നല്ലൊരു കാര്യം ജീവിതത്തിൽ പകർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുമയുള്ള ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലും മറ്റൊരു ലൈഫ് ടോക്കുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.